ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർട്ട് ലാബ് സലൂൺ കൊച്ചിയിലാണ് കേട്ടോ, കാക്കനാടാണ്. ഞാൻ വന്നിരിക്കുന്നത് കുറേ നാളായിട്ട് കളർ ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചൊരു നാച്ചുറൽ ബ്രൗൺ ആയിട്ടുള്ള കളറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ ഹെയർ കളറിങ്ങിനെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ സലൂണിൽ പോയിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള കളറിംഗ് ഉണ്ട്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് പറ്റും, കളർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കളറിങ് രണ്ട് തരത്തിലാണ് അവർ ചെയ്യുന്നത്. ഒരെണ്ണം ബാലിയാജ്, ഒരെണ്ണം ഹൈലൈറ്റ്സ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കളർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ബ്ലീച്ച് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ബ്ലീച്ച് ചെയ്യുമ്പോഴാണ് മുടി കുറച്ച് ഡാമേജ് ആവുന്നത്. ബ്ലീച്ച് ചെയ്യാത്ത കളേഴ്സൊക്കെ സെലക്ട് ചെയ്യുവാണെങ്കിൽ തലമുടിയൊന്നും ഒരുപാട് ഡാമേജ് ആവില്ല. അതുപോലെ കളർ ചെയ്തതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കളർ പ്രൊട്ടക്ഷൻ ഷാമ്പൂ കണ്ടീഷണറോ തന്നെ യൂസ് ചെയ്യുക. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിശദമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളും ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം ഞാൻ തിരഞ്ഞെടുത്തത് വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാരമൽ കളറാണ്. അപ്പം എൻ്റെ മുടിയുടെ എൻസിലേക്കാണ് കൂടുതൽ കളറിങ് വിസിബിൾ ആവുള്ളൂ, റൂട്ട്സിലേക്ക് അധികം വിസിബിൾ ആവില്ല. ഒരു നാച്ചുറൽ ട്രാൻസിഷൻ ആയിട്ടാണ് വരുന്നത്. എന്തായാലും കളറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ചേഞ്ച് ഒന്നും തോന്നില്ല. ഒരു നാച്ചുറൽ ലുക്കൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ കുറച്ച് കളേഴ്സൊക്കെ മുടിയിലുണ്ട് താനും. കുറച്ച് സ്റ്റൈലായ പോലെയൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയോ എന്നൊന്ന് പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ മെയിൻ വീഡിയോ എന്തായാലും കാണണം. അപ്പോൾ ഫസ്റ്റ് ടൈം കളർ ചെയ്യാൻ പോകുന്നവർ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. താഴത്ത് ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.